ഇറാന്റെ കരുത്തനായ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു അലി ലാരിജാനി. അലി ലാരിജാനി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണത്തിന് പിന്നാലെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ അമരക്കാരൻ ആരാകും എന്ന ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ സജീവമാവുകയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ നടത്തിയ ഒരു ആക്രമണത്തിലാണ് ലാരിജാനിയെ വധിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇറാന്റെ ഭരണ സൈനിക തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയാണ് ലാരിജാനി. പക്ഷേ ലാരിജാനിയുടെ വിയോഗം സൃഷ്ടിച്ച വലിയ ഒരു വിടവ് അത് നികത്താൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുൻ കമാൻഡർ മൊഹ്സൻ റസായിയെ പരിഗണിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ മുജ്തബ ഖമേനിയുടെ മുതിർന്ന സൈനിക ഉപദേശകനാണ് മൊഹ്സൻ റസായി. മൊഹ്സൻ റസായിക്ക് തന്നെയാണ് ലാരിജാനിയുടെ പകരക്കാരനാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. 1981 മുതൽ 1997 വരെ നീണ്ട 16 വർഷക്കാലം ഇറാൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി പ്രവർത്തിച്ച വിപുലമായ അനുഭവ സമ്പത്ത് റസായിക്കുണ്ട്. വെറും 27-ാം വയസ്സിൽ സൈന്യത്തിന്റെ ഭാഗമായ അദ്ദേഹം പലതവണ ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്. തിങ്കളാഴ്ചയാണ് മുജ്തബ ഖമേനി അദ്ദേഹത്തെ സീനിയർ സൈനിക ഉപദേശകനായി നിയമിച്ചത്. രാജ്യത്തിന്റെ പ്രതിരോധം, ഇന്റലിജൻസ്, വിദേശം ഇതിൽ ഏറ്റവും ഫൈനലായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള ഒരു പദവിയാണ്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ആ പദവി വഹിക്കുന്ന വ്യക്തിയാണ്. പരമോന്നത നേതാവിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഈ സ്ഥാനത്തേക്ക് റസായി എത്തുന്നതോടെ ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ഇറാന്റെ നിലപാടുകൾ ഇനിയും കടുക്കും എന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ലാരിജാനിയുടെ മരണം ഇറാന് വലിയ ആഘാതമാണെന്ന് പറയുമ്പോഴും പരിചയസമ്പന്നനായ റസായെ മുൻനിർത്തി പ്രതിരോധം ഇനിയും ശക്തമാക്കാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നീക്കം. ഇറാനിലെ രാഷ്ട്രീയ സൈനിക രംഗത്ത് ഏറെ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് മൊഹ്സൻ റസായി. അദ്ദേഹം നിലവിൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. അതുപോലെ തന്നെ രാജ്യത്തിന്റെ സുപ്രധാന നയനിർണയ സ്ഥാപനങ്ങളിൽ ഒന്നായ എക്സ്പീഡിയൻസി ഡിസേൺമെന്റ് കൗൺസിലും അദ്ദേഹം അംഗമാണ്. സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രീം കൗൺസിൽ ഫോർ ഇക്കണോമിക് കോർഡിനേഷന്റെ സെക്രട്ടറിയായും ഇറാനിയൻ സർക്കാരിന്റെ ഇക്കണോമിക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭരണപരമായും സാമ്പത്തിക നയരംഗത്തും സൈനിക തന്ത്രങ്ങളിലുമുള്ള ഇദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഇറാന്റെ നേതൃത്വത്തിന് വലിയ ഒരു കരുത്തായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇറാനിയൻ വിപ്ലവത്തിന് മുൻപ് തന്നെ മൊഹ്സൻ റസായിയുടെ രാഷ്ട്രീയ സൈനിക ജീവിതം തുടങ്ങിയിരുന്നു. ആ ഒരു അവസരത്തിൽ ഷാ ഭരണകൂടത്തിനെതിരെ ഇസ്ലാമിക ആശയങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചിരുന്ന മൻസൂൺ എന്ന ഗറില്ല സംഘടനയുടെ ഭാഗമായാണ് അദ്ദേഹം താൻ എത്രത്തോളം പോരാളിയാണ് എന്ന് പ്രകടമാക്കിയത്. വിപ്ലവത്തിന് മുന്നോടിയായി നടന്ന ഇത്തരം രഹസ്യ പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് ഇറാന്റെ സൈനിക തലപ്പത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിൽ നിർണായകമായ ഘടകങ്ങളാണ്. പിന്നീട് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അദ്ദേഹം പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട വിപ്ലവ സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം IRGC എന്ന ഇറാന്റെ ഏറ്റവും ശക്തമായ സൈനിക സ്ഥാപനത്തിൽ ചേർന്നു. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വ ക്ഷമത തെളിഞ്ഞു. സംഘടനയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലവനായി 1981 വെറും 27 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം IRGCയുടെ കമാൻഡർ ഇൻ ചീഫ് സ്ഥാനത്തേക്ക് നിയമിതനായത്. ആ കാലഘട്ടം ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു. ഇറാൻ ഇറാഖ് യുദ്ധം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും വലിയ വെല്ലുവിളിയായിരുന്ന സമയത്ത് റസായി സൈനിക രംഗത്ത് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. യുദ്ധകാലത്ത് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ, സൈനിക ഘടന ശക്തിപ്പെടുത്തുന്നതിലൊക്കെ ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പങ്ക്. പിന്നീട് 1986 ഇറാന്റെ സുപ്രീം ഡിഫൻസ് കൗൺസിലും അദ്ദേഹത്തെ അംഗമായി നിയമിച്ചു. സൈനിക രംഗത്തുള്ള ദീർഘകാല സേവനം കഴിഞ്ഞ് 97 അദ്ദേഹം IRGCയുടെ കമാൻഡർ സ്ഥാനത്തു നിന്ന് മാറുന്നു. അന്നത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഖത്താമിയുടെ ഭരണകാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും രാജ്യത്തെ തന്ത്രപരമായ വിഷയങ്ങളും പരിഗണിച്ചായിരുന്നു ആ തീരുമാനം രാജ്യമെടുത്തത്. അദ്ദേഹത്തിന് ശേഷം യഹ്യ റഹീം സഫവി IRGCയുടെ കമാൻഡർ സ്ഥാനമേറ്റ് സൈന്യത്തെ നയിക്കുന്നു. റസായി പിന്നീട് ഇറാനിലെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി. പലതവണ അദ്ദേഹം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. രാജ്യത്തിന്റെ നയപരമായ ചർച്ചകൾ തന്റെ ശക്തമായ സ്വരം ഉയർത്തുകയും ചെയ്തു. 2009 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രധാന സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു. തുടർന്ന് 2013 2021 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ തുടർച്ചയായ സാന്നിധ്യമായി. 2021 തെരഞ്ഞെടുപ്പിൽ ഏകദേശം 3.4 ദശലക്ഷം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയതും അദ്ദേഹത്തിന്റെ ജനപ്രീതി വ്യക്തമാക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. ഇനി റസായി വരുമ്പോൾ ഇറാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത്. ഇറാൻ വേദനിപ്പിക്കപ്പെട്ട ഒരു സർപ്പമായി തന്നെയാണ് ഇപ്പോൾ യുദ്ധരംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒരിക്കലും അവർ അവസാനം കാണാതെ അല്ലെങ്കിൽ അവരുടെ പക പോക്കാതെ അവർ അടങ്ങിയിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.